ഒരുപാട് വ്യക്തിപരമായ ഫോൺ കോളുകളും മെസ്സേജുകളും ഇതുമായിട്ട് വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനായിട്ട്, ഇതിനെപ്പറ്റി ഒരു വിശദീകരണവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. പ്രിയമുള്ളവരെ, ഈ രേഖയിലൂടെ വിശ്വാസികൾക്ക് സഭ നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സഹരക്ഷക, മധ്യസ്ഥ. ഈ 2 ശീർഷകങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഈ 2 ശീർഷകങ്ങൾ, അതായത് സഹരക്ഷക, മധ്യസ്ഥ, ഇവ രണ്ടും തെറ്റാണ് എന്ന് രേഖയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിശ്വാസികൾ ഒന്ന് മാറി നിൽക്കണം എന്നാണ്. എന്തുകൊണ്ട് സഭ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറയാനുള്ള കാരണം ഇത്രമാത്രമേ ഉള്ളൂ. അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള 2 വിശേഷണങ്ങളാണ്. സഹരക്ഷക സ്വാഭാവികമാണ്. കോ റിഡംപ്റ്ററിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് രക്ഷകയല്ല എന്നത് സ്വാഭാവികമായിട്ടും തിരിച്ചറിയാനായിട്ട് ഓരോരുത്തർക്കും പറ്റും. എങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ 100 പേർ കേൾക്കുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ സഭ എപ്പോഴും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മറിയം സഹരക്ഷകയായി നമ്മളുടെ കൂടെ ഇല്ലാതാകുന്നില്ല. മറിച്ച് ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം അത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. സഹരക്ഷക എന്ന വാക്ക് 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. അതായത് ഞാൻ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ സഹായിക്കുന്നു. സഹരക്ഷക വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ. മറിച്ച് ക്രിസ്തുവിനാൽ ഞാൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയം എന്നെ സഹായിക്കുന്നു. 2ലും വാക്ക് സഹരക്ഷക തന്നെയാണ്. പക്ഷേ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ വാക്ക് തെറ്റിദ്ധരിക്കാനും തെറ്റായി വ്യാഖ്യാനിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് സഭ പറയുകയാണ്. ഈ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ഈ വാക്ക് നിങ്ങൾക്ക് നേരത്തെ ഉപയോഗിക്കാം എന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ 7 പ്രാവശ്യം ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു രേഖയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കൂടെ ഉണ്ടായിരുന്ന ജോസഫ് റാറ്റ്സിംഗർ, പിന്നീട് പരിശുദ്ധ പിതാവായിട്ട് മാറിയ ബെനഡിക്റ്റ് 16 ഇത് ഉപയോഗിച്ചപ്പോൾ പരിശുദ്ധ പിതാവിനോട് കൃത്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു ഈ വാക്ക് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് പരിശുദ്ധ പിതാവ് ആ വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനം കേൾക്കുമ്പോഴും ഇത് സാധാരണക്കാരന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായി ബെനഡിക്റ്റ് 16 ഉറച്ചു നിൽക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനുശേഷം ഫ്രാൻസിസ് പാപ്പ ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സഭയോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉപയോഗിച്ച ഈ ഒരു വാക്ക് സഹരക്ഷക, അത് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചുകൂടെ എന്ന ഒരു അപേക്ഷ പലരുടെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് ഉയർന്നു വരികയുണ്ടായി. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്ന അപേക്ഷകൾക്ക് ഒരു മറുപടിയാണ് ഇത്. അല്ലാതെ പരിശുദ്ധ അമ്മയുടെ സഹരക്ഷക എന്ന സ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കുക എന്ന ഒരു ലക്ഷ്യവും ഈ ഒരു രേഖ വത്തിക്കാൻ ഇറക്കിയതിലൂടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു വാക്കാണ് മധ്യസ്ഥ എന്നുള്ളത്. ഈ മധ്യസ്ഥ അല്ലെങ്കിൽ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുമ്പോൾ അതും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം അമ്മ എൻ്റെ മധ്യസ്ഥയല്ല എന്നല്ല. കർത്താവെ, എനിക്കും അങ്ങയ്ക്കും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥയായ എൻ്റെ അമ്മ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. മറിച്ച് മധ്യസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്കും എൻ്റെ രക്ഷയ്ക്കും ഇടയിലുള്ള ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധ അമ്മയെ നാം കാണാനുള്ള സാധ്യതയുണ്ട്. എനിക്കും എൻ്റെ രക്ഷയ്ക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ എന്നെ സ്വർഗത്തിലേക്ക് കയറ്റാനുള്ള ഒരു മധ്യസ്ഥയായി പരിശുദ്ധ അമ്മ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും പരിശുദ്ധ അമ്മയിൽ ഓരോ വിശ്വാസിയും തട്ടി നിൽക്കാനുള്ള, അതായത് അപ്പുറത്തേക്ക് പോകാതെ രക്ഷ പ്രാപിക്കാതെ അവിടെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു രേഖ മാത്രമാണ് മാത്തർ പോപ്പുളി ഫിദലിസ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങൾ 4 അത് നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണ്. ദൈവമാതൃത്വം, നിത്യകന്യകാത്വം, അമലോത്ഭവം, സ്വർഗാരോപണം. ഈ 4 വിശ്വാസ സത്യങ്ങൾ. ഇത് ഒരിക്കലും ഖണ്ഡിക്കുകയോ
ഇത് വിശ്വാസ സത്യമല്ല എന്ന് പറയുകയോ സഭ ഒരിക്കലും ചെയ്തിട്ടില്ല. ഈ ഒരു രേഖയിലൂടെ ഒരു വിശ്വാസ സത്യവും വിശ്വാസ സത്യമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് വിശ്വാസ സത്യത്തിലേക്ക് സഹരക്ഷക എന്ന ഒരു പദവി കൂടെ കൊണ്ടുവന്നുകൂടെ എന്ന് കാലങ്ങളായി ചോദിച്ചു കൊണ്ടിരുന്നവർക്ക് ഒരു മറുപടി മാത്രമാണ് ഈ ഒരു രേഖ എന്ന് ചിന്തിച്ചാൽ ഒരു പ്രശ്നമില്ല എന്നുള്ള. പ്രിയമുള്ളവരെ, മറിയത്തിൻ്റെ വിശുദ്ധിക്ക് കോട്ടം വരുത്തുകയോ മറിയത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കുകയോ മറിയം നമ്മെപ്പോലെ സാധാരണ ഒരു വ്യക്തിയാണ് എന്ന് പ്രഖ്യാപിക്കുകയോ ഒരിക്കലും ഈ ഒരു രേഖയിലൂടെ വത്തിക്കാൻ ചെയ്തിട്ടില്ല എന്ന് അടിവരയിട്ട് നാം ഓരോരുത്തരും വിശ്വസിക്കണം. തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് സഭ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം ചർച്ച ഈ ഒരു രേഖയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ രേഖയിലൂടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി പരിശുദ്ധ അമ്മ നിൻ്റെ മധ്യസ്ഥയല്ല, പരിശുദ്ധ അമ്മ നിൻ്റെ സഹരക്ഷകയല്ല എന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രഖ്യാപനം വത്തിക്കാൻ നടത്തിയിട്ടില്ല. ഇത് തെറ്റാണ് എന്ന് വത്തിക്കാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ഉപയോഗം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഉപയോഗത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന ഒരു ആഹ്വാനം മാത്രമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പദവിക്ക് കോട്ടം തട്ടുകയോ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യമില്ലാതാവുകയോ ഒരിക്കലും സംഭവിക്കുന്നില്ല. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ആഗ്രഹിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: എൻ്റെ കരം നീ പിടിക്കുക, നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാതെ ക്രിസ്തുവിനെ കവച്ചു വെച്ച് വാ നമുക്ക് സ്വർഗത്തിലേക്ക് കയറാമെന്ന് പരിശുദ്ധ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പരിശുദ്ധ അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. വത്തിക്കാനും അതിനോട് ചേർന്നോ എതിരായോ ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് വത്തിക്കാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം ഇത്രമാത്രം: തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ചില പദപ്രയോഗങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അതിന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് പരിശുദ്ധ പിതാവിൻ്റെ മുദ്രണത്താൽ വിശ്വാസ തിരുസംഘത്തിൽ നിന്നും സുന്ദരമായ ചില നിർദ്ദേശങ്ങൾ കത്തോലിക്ക വിശ്വാസികളായ നമുക്ക് ലഭിച്ചു. അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്: കത്തോലിക്ക സഭയുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. കത്തോലിക്ക സഭയുടെ കാണപ്പെടുന്ന തലവൻ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയാണ്. അങ്ങനെ തൻ്റെ അമ്മയെ ചില പേരുകൾ വിളിക്കുന്നതിൽ നിന്ന് മകൻ തൽക്കാലത്തേക്ക് മറ്റ് സഹോദരങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കാരണം അമ്മയ്ക്കുള്ള സുന്ദരമായ പേര് വിശ്വാസികളുടെ അമ്മ എന്നാണ്. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആ വാക്കിനും അപ്പുറം വേറൊന്നില്ല. അതുകൊണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്ന ആ ഒരു ഭാവത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലുള്ള സംരക്ഷണവും വേറൊരു വാക്കിലൂടെയും പരിശുദ്ധ അമ്മയ്ക്ക് നൽകാനാവില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അമ്മ എന്ന ആ ഒരു ഭാവത്തിനാണ് എന്ന് പരിശുദ്ധ സിംഹാസനം ഈ ഒരു രേഖയിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ആ രേഖയുടെ പേര് തന്നെ മാത്തർ പോപ്പുളി ഫിദലിസ്, വിശ്വാസികളുടെ അമ്മ. അതെ, ഞാൻ വിശ്വാസിയാണ്, എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എനിക്കും ക്രിസ്തുവിനുമിടയിൽ മധ്യസ്ഥയാണ്. എൻ്റെ അമ്മ കൃപകളുടെ മധ്യസ്ഥയാണ്. കാരണം ഈശോയിൽ നിന്ന് കൃപ അവൾ എനിക്ക് വാങ്ങിച്ചു തരും. അതുകൊണ്ട് കൃപകളുടെ മധ്യസ്ഥയാണ്. എന്നെ രക്ഷിക്കാൻ ഏറ്റവും അധികാരവും ശക്തിയുമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്നതിലും യാതൊരു തർക്കവുമില്ല. പ്രിയമുള്ളവരെ, ഓർക്കേണ്ടത് ഇത്രമാത്രം: തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ചില വാക്കുകൾ ഔപചാരികമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് സഭ മക്കളെ നിർദ്ദേശിച്ചു. അല്ലാതെ എൻ്റെ വ്യക്തിപരമായ അടുപ്പത്തിൽ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതിലോ സഹരക്ഷക എന്ന് വിളിക്കുന്നതിലോ ഒരു തെറ്റുമുണ്ട് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. ആ അമ്മയെ നെഞ്ചോട് ചേർത്ത് നിർത്തി അമ്മയുടെ കരം ഗ്രഹിച്ച് അമ്മയെയും കൂട്ടി ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുതന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത്, അതുതന്നെയാണ് സഭ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു തലത്തിൽ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ, അമ്മയോടുള്ള ഭക്തിയിൽ, അമ്മയിലൂടെ പുത്രനിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ പറ്റണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.